കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സംസാരിക്കുകയാണ്. കള്ളം പറയുക, കോപിക്കുക, മോഷ്ടിക്കുക, മലിനമായ സംസാരം തുടങ്ങിയ പഴയ സ്വഭാവങ്ങൾ ഉപേക്ഷിക്കണമെന്ന നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വാക്യത്തെ അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. ആത്മാവ് വെറും ഒരു ശക്തിയല്ല, മറിച്ചൊരു വ്യക്തിത്വമാണ്. നമ്മുടെ തെറ്റായ വാക്കുകളാലും പ്രവൃത്തികളാലും ദൈവത്തിന്റെ ആത്മാവിനെ നാം വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് വേദനിക്കും, കാരണം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിയാണ്. നാം ദൈവത്തിൻ്റെതാണെന്നതിൻ്റെ ഉറപ്പാണ് നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവ്. അത് നാം എല്ലാ ദൈവമക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമായ കാര്യമാണ്. നമ്മെ വീണ്ടെടുപ്പിനാൽ മുദ്രയിട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മടങ്ങി വരവിൽ നമ്മുടെ ശരീരം പൂർണ്ണമായും വീണ്ടെടുക്കപ്പെടണം. ആ നാളിനായുള്ള ഒരു മുദ്രയാണ് നമ്മിൽ വസിക്കുന്ന ആത്മാവ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആദരിക്കണം. നമ്മെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് നാം ആദരിക്കണം. വിശുദ്ധിയോടെ ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അശുദ്ധമായ സംസാരവും കയ്പും ഉപേക്ഷിക്കണം. ക്രിസ്തുവിനെ പോലെ ആകുക എന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.